ഒരു ദിവസം നിങ്ങളുണ്ടെന്ന് ആകാശത്തേക്ക് നോക്കുന്നു. പക്ഷേ എന്തോ ഒരു മാറ്റം. സൂര്യൻ പതിവിലും വലുതായി കാണപ്പെടുന്നു. വെളിച്ചം മാത്രമല്ല, അത് ചുവന്നു തുടുത്ത് അതിഭീകരമായി മാറിക്കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കാണാൻ തന്നെ ഭയാനകമാണ്. ഓരോ നിമിഷവും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. സമുദ്രങ്ങൾ വറ്റാൻ തുടങ്ങുന്നു. വായു ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാകുന്നു. സാവധാനം ഭൂമിയിലെ ജീവൻ അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. ഇതൊരു സിനിമയിലെ രംഗം പോലെ തോന്നാം, പക്ഷേ ഇത് നമ്മുടെ സൂര്യൻ്റെ യഥാർത്ഥ ഭാവി തന്നെയാണ്. നിലവിൽ സൂര്യൻ ശാന്തമാണ്. ഉള്ളിലുള്ള ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് അത് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നത്. ഇതാണ് നമുക്ക് വെളിച്ചവും ചൂടും നൽകുന്നതും ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതും. പക്ഷേ സത്യം ഇതാണ്, സൂര്യൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല. സൂര്യൻ്റെ ഉള്ളിലെ ഹൈഡ്രജൻ ഇന്ധനം സാവധാനം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്രിയയ്ക്ക് കോടിക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്നതിനാൽ നമ്മളിത് അറിയുന്നില്ല. എന്നാൽ ഒരു ദിവസം സൂര്യൻ്റെ കേന്ദ്രത്തിലുള്ള ഹൈഡ്രജൻ പൂർണ്ണമായും തീരും. അത് സംഭവിക്കുമ്പോൾ എല്ലാം മാറാൻ തുടങ്ങും. ഹൈഡ്രജൻ ഇല്ലാതാകുന്നതോടെ സൂര്യന് പഴയതുപോലെ സ്വയം താങ്ങി നിൽക്കാൻ കഴിയില്ല. അതിനാൽ അതിൻ്റെ കേന്ദ്രഭാഗം സ്വന്തം ഗുരുത്വാകർഷണം മൂലം ചുരുങ്ങാൻ തുടങ്ങും. എന്നാൽ അതേസമയം തന്നെ വിചിത്രമായ മറ്റൊന്ന് സംഭവിക്കും. കേന്ദ്രം ചുരുങ്ങുമ്പോൾ സൂര്യൻ്റെ പുറംഭാഗം അതിവേഗം പുറത്തേക്ക് വികസിക്കാൻ തുടങ്ങും. ഈ ഘട്ടത്തെയാണ് റെഡ് ജയൻറ്റ് അഥവാ ചുവന്ന ഭീമൻ എന്ന് വിളിക്കുന്നത്. ഈ ഘട്ടത്തിൽ സൂര്യൻ വലുതായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ നിലവിലെ വലിപ്പത്തിൻ്റെ ഏകദേശം 100 ഇരട്ടി വരെ. എത്രത്തോളം വലുതാകുമെന്ന് ചോദിച്ചാൽ, വികസിച്ചു വരുന്ന സൂര്യൻ മെർക്കുറി, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥം വരെ എത്തും. ഒരു പക്ഷേ ഭൂമി വരെയും. ഇത് നമ്മുടെ ഗ്രഹത്തിന് എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. സൂര്യൻ വികസിക്കുമ്പോൾ ഭൂമിയിലെ താപനില ക്രമാതീതമായി ഉയരും. ആദ്യം സമുദ്രങ്ങൾ തിളച്ച് സാവധാനം വറ്റാൻ തുടങ്ങും. പിന്നീട് അന്തരീക്ഷം ശൂന്യാകാശത്തേക്ക് അപ്രത്യക്ഷമാകും. ആകാശം കടും ചുവപ്പ് നിറമാകും. ഭൂമിയുടെ ഉപരിതലം മുഴുവൻ കത്തിയെരിയുന്ന മരുഭൂമി പോലെ അതീവ ചൂടുള്ളതും വരണ്ടതുമായി മാറും. ഒടുവിൽ ഭൂമി ഒന്നുകിൽ പൂർണ്ണമായും കത്തിയമരും, അല്ലെങ്കിൽ വികസിച്ചു വരുന്ന സൂര്യൻ ഭൂമിയെ വിഴുങ്ങും. അപ്പോൾ വലിയ ചോദ്യം ഇതാണ്, മനുഷ്യർക്ക് ഇത് അതിജീവിക്കാൻ കഴിയുമോ? ഉത്തരം ഇല്ല എന്നാണ്. കുറഞ്ഞ പക്ഷം ഭൂമിയിൽ വെച്ച് അത് സാധ്യമല്ല. എന്നാൽ വിദൂര ഭാവിയിൽ മനുഷ്യർ മറ്റെവിടെയെങ്കിലും, ഒരു പക്ഷേ മറ്റൊരു ഗ്രഹത്തിലോ അല്ലെങ്കിലോ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശൂന്യാകാശത്തോ ജീവിക്കാനുള്ള വഴികൾ കണ്ടെത്തിയേക്കാം. നല്ല വാർത്ത എന്തെന്നാൽ ഇത് ഉടനെങ്ങും സംഭവിക്കില്ല എന്നതാണ്. ഏകദേശം 500 കോടി അഥവാ 500 ബില്യൺ വർഷങ്ങൾക്ക് ശേഷമേ സൂര്യൻ ഒരു റെഡ് ജയൻ്റായി മാറുകയുള്ളൂ. എങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സൂര്യനെപ്പോലെ ശക്തവും ജീവൻ നൽകുന്നതുമായ ഒന്നിന് പോലും ഒരു പരിധിയുണ്ട്. അതിനൊരു തുടക്കമുണ്ടായിരുന്നു. ഒരു ദിവസം അതിനൊരു അവസാനവും ഉണ്ടാകും. അപ്പോൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭാവിയിൽ മനുഷ്യർ അപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ എവിടേക്കായിരിക്കും പോകുന്നത്? അപ്പോൾ ഗൈസ്, നിങ്ങളുടെ എന്തായ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത ഏത് കണ്ടൻറ്റ് വേണമെന്നുള്ളതും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.